നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാവികാസ് അഘാഡിയും അതുപോലെ തന്നെ മഹായുതി സഖ്യവും, അതായത് മഹാവികാസ് അഘാഡി സഖ്യത്തിനകത്ത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ശരത് പവാറിൻ്റെ NCP വിഭാഗവും കോൺഗ്രസുമാണെങ്കിൽ മഹായുതി വിഭാഗം എന്നത് NDA അഥവാ BJP സഖ്യം തന്നെയാണ്. ഇക്കുറി മഹായുതി വിഭാഗത്തിനെ ചരിത്രപരമായി തോൽപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുമായാണ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് പോകുന്നത്. ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം തുടക്കം മുതൽ തന്നെ പറഞ്ഞതുപോലെ സീറ്റ് വിഭജനം വളരെ സുഗമമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ മുഴുവനായി ഒരു ആൻറ്റി മോദി വേവ്, അതായത് ഭരണവിരുദ്ധത കൃത്യമായി അലയൊടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പൃഥ്വിരാജ് ചവാനും പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു നിശബ്ദ തരംഗമായിരിക്കും കോൺഗ്രസ് അനുകൂല തരംഗമായി മാറാൻ പോകുന്നതെന്നും മഹാവികാസ് അഘാഡിക്ക് 30 സീറ്റിൽ കൂടുതൽ കിട്ടും എന്നതും വ്യക്തമാണ്. വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് അയോധ്യ വിഷയവും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഹിന്ദുത്വ ഐഡിയോളജിയും ജനങ്ങൾക്ക് മേൽ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയം മുതലെടുക്കാൻ ഇക്കുറിയും അവർ അത് തന്നെയാണ് പയറ്റുന്നത്. പക്ഷേ ഇത്തവണത്തത് വളരെ വിഭിന്നമാണ്. ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. BJPക്ക് ഇത്രയും നാൾ വോട്ട് ചെയ്തവർ എല്ലാവരും ഇടിഭേരായി എന്ന് അവർക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു കാഴ്ചയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ചേർത്തിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞിരിക്കുന്നത് 400-ൽ കൂടുതൽ സീറ്റ് BJP നേടുമെന്നാണ്. എങ്ങനെ നേടുമെന്ന്, ഒരു സ്ഥലത്ത് പോലും BJPക്ക് ആധിപത്യം ലഭിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല. തീവ്രമായ പോരാട്ടമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ നിരവധിയായ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അവർക്ക് വേണ്ടി തന്നെ പണിയെടുക്കുന്നത് പോലെ തന്നെയാണ് പെരുമാറുന്നത്. അതിനെതിരെ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്, ഞങ്ങൾ നിയമപരമായി നേരിടുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിശ്വാസമുണ്ട്, മുന്നേറാൻ കഴിയുമെന്നും പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമെന്നതും. ഇന്ത്യ മുന്നണി 200-ൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ജയിച്ച് കയറിയിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് ന്യൂനപക്ഷത്തെ പുകഴ്ത്തുകയാണ്. അവരെ കൃത്യമായി ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു. ഈ രാജ്യത്തിൻ്റെ എല്ലാ ഫലവും എല്ലാ വിഭവങ്ങളും അവർക്കാണ് കോൺഗ്രസ് ആദ്യം കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശവുമായി നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യം പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി ശരത് പവാർ കൃത്യമായി പറഞ്ഞിരുന്നു. ചെറിയ പാർട്ടികളെല്ലാം തന്നെ കൂടിച്ചേർന്നുകൊണ്ട് ശരത് പവാറിൻ്റെ പാർട്ടിയിലേക്ക് വരാനുള്ള ആലോചന അവിടെ നടക്കുകയാണ്. നിരവധിയായ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ ശരത് പവാറിൻ്റെ NCPയുമായി മെർജ് ചെയ്യാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നു. എന്നാൽ NCPയുടെ, അതായത് അജിത് പവാർ വിഭാഗത്തിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള സുനിൽ താക്കറെ പറഞ്ഞിരിക്കുന്നത് NCP അജിത് പവാർ വിഭാഗം ഒരിക്കലും ഒരു പാർട്ടിയുമായി ലയിക്കാൻ താല്പര്യമില്ല. ശരത് പവാർ കൃത്യമായി പറയുന്നുണ്ട്, ബാരാമതിയിൽ ഇത്തവണ സുപ്രിയ സുലെക്ക് ഉറപ്പാണ് ജയം എന്നതും 35 സീറ്റിൽ കൂടുതൽ മഹാവികാസ് അഘാഡി ജയിക്കുമെന്നതും പറയുന്നുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിഗമനം ഒന്നുമല്ല നടത്തുന്നത്, വെറുതെ അഭിപ്രായം മാത്രം പറയലാണ് ഉദ്ധവിൻ്റെയും ശരത് പവാറിൻ്റെയും ജോലിയെന്നും അവർക്ക് സ്വബോധം നഷ്ടപ്പെട്ടു എന്നാണ് BJPയുടെ ആരോപണം. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, മഹാരാഷ്ട്രയിൽ മുംബൈ അടക്കമുള്ള മേഖലയിൽ നടക്കുന്ന 5ാം ഘട്ട പോളിംഗ്, അതായത് മെയ് 20-ന് നടക്കുന്ന പോളിംഗ് വലിയൊരു മാറ്റത്തിന് ദിശാസൂചകം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.